ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മുടി പൊഴിച്ചിലിനും മുടി വളരുവാനും നല്ലൊരു എണ്ണയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കൈതോന്നി, അത് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാം. പിന്നെ കറിവേപ്പിലയാണ് അത്, പിന്നെ ഒരു കഷ്ണം സവാള, പിന്നെ പൂവാങ്കുരുന്നില അതുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം സവാള, പിന്നെ വേണ്ടത് കരിഞ്ജീരകം, കറുത്ത ജീരകമാണ്, അത് എടുക്കാം. ഞാനിപ്പോൾ 1 കിലോ എണ്ണയ്ക്കാണ് തയ്യാറാക്കുന്നത്. 4-5 കുരുമുളകിടാം, ഒത്തിരി ഇടരുത്, 4-5 മതിയാവും. പിന്നെ ഇടുന്നത് ഉലുവയാണ്, പിന്നെ 4-5 ബദാം നമുക്കിടാം. പിന്നെ ഗ്രാമ്പൂ ഒരു 3-4 എണ്ണം ഇട്ടാൽ മതിയാവും. ഇതൊക്കെ മുടി വളരുവാനും പൊഴിച്ചിലിനും ഒക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ കറിവേപ്പില 2 ചെറുത്ത് ഇടേണ്ടതാണ്. പിന്നെ ഞാനിപ്പോൾ ഇടുന്നതാണ് പൂവാങ്കുരുന്നില, നമ്മുടെ പറമ്പിലും എല്ലായിടത്തും കാണും. പിന്നെ കൈതോന്നിയും നമ്മുടെ പറമ്പിലും മുറ്റത്തും ഒക്കെ കാണുന്ന ഒരു ഐറ്റമാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇരുമ്പ് ചട്ടി ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ അലുമിനിയം പാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് ചൂടായ പാത്രത്തിലേക്കിട്ട് കുറച്ച് ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇവിടെ ഞാൻ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ല അരച്ചെടുത്തത്, അതുകൊണ്ട് ഒത്തിരി ഈർപ്പമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഒത്തിരി വെള്ളം ഉണ്ടായിരുന്നാൽ എണ്ണ പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ആദ്യം വെള്ളം ഒന്ന് വറ്റിച്ചതിന് ശേഷം എണ്ണ ഒഴിക്കേണ്ടതാണ്. ഞാനിവിടെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട സമയത്ത് നെല്ലിക്ക ചേർക്കാം, പാല് ചേർക്കാം, കറ്റാർവാഴ ചേർക്കാം, പിന്നെ മൈലാഞ്ചി, കുറച്ച് തേങ്ങ തിരുകിയത് ചേർക്കാൻ പറ്റും, പിന്നെ ബ്രഹ്മി, തുളസിയില, പിന്നെ പേരയുടെ തളിരില ചേർക്കാവുന്നതാണ്. ഇതൊക്കെ ചേർത്ത് നമുക്ക് മിക്സിയിൽ അരയ്ക്കാവുന്നതാണ്. നമുക്ക് പറമ്പിൽ കിട്ടുന്നതും നാട്ടിൽ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ ചേർത്ത് അരച്ചെടുത്ത് ഇതേ രീതിയിൽ ചേർത്താൽ മതി. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് ഞാൻ ഇതിലോട്ട് കോക്കനട്ട് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചേർത്തില്ലേ ആദ്യം അരച്ചതൊക്കെ അവിടെ കട്ടയായിട്ടൊക്കെ കിടപ്പുണ്ടായിരിക്കും. അതൊക്കെ ജസ്റ്റ് ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. പിന്നെ എണ്ണ കാച്ചുന്നതിനൊരു പാകമുണ്ട്, ആ പാകം തെറ്റിയാൽ അത് മുടിക്ക് ദോഷമാണ്. അപ്പം അത് ആ ഒരു രീതി നോക്കി നിന്ന് വേണം നമ്മൾ എണ്ണ കാച്ചേണ്ടത്. നമ്മൾ എണ്ണ കാച്ചാൻ അടുപ്പത്തിട്ടിട്ട് വേറെ ശ്രദ്ധിക്കാതിരുന്നാൽ അത് പിന്നെ നമ്മുടെ മുടിക്ക് ഗുണത്തിലേറെ ദോഷമായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് എണ്ണ കാച്ചുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധ വേണ്ടതാണ്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ പതഞ്ഞ് വരണുണ്ട്, നന്നായിട്ട് വെട്ടിത്തിളക്കട്ടെ. നമ്മൾ ആ അരച്ച കൂട്ടിലുള്ള ഈർപ്പമെല്ലാം നമ്മളെ ഈ തിളയ്ക്കുന്നതിലൂടെ അതെല്ലാം നഷ്ടമായി നമുക്ക് എണ്ണ മാത്രമായിട്ട് തെളിഞ്ഞ് കിട്ടണം. ഇപ്പൊ നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നുണ്ട്, ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കരിഞ്ഞു പോകും, പിന്നെ ആ എണ്ണ ഉപയോഗമില്ലാതെ ആവും. അപ്പൊ നന്നായിട്ട് തിളയ്ക്കുന്നു, നന്നായിട്ട് പതയുന്നുണ്ട്. ഇപ്പൊ കുറച്ച് പതയൊക്കെ കുറഞ്ഞു വരുന്നു, അതായത് അതിന്റെ നമ്മൾ ആ കൂട്ടിലെ ഈർപ്പമെല്ലാം കുറഞ്ഞ് ആ കൂട്ടൊക്കെ ഒന്ന് മുരിഞ്ഞു വരുന്നുണ്ട്. അതാണ് നന്നായിട്ട് പതയൊക്കെ നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഈർപ്പം കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ എണ്ണ നല്ല പച്ച കളറിലായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പതയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ആദ്യം കണ്ട പതയൊന്നുമില്ല, ഇപ്പൊ പതയൊക്കെ മാറി. പത മാറിയതിന് ശേഷം നമ്മൾ ആ ഒരു കൂട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോഴേക്കും തരിതരാ കിട്ടും. വീഡിയോയിൽ വ്യക്തമായി മനസ്സിലാക്കില്ല, ഒരു മണൽത്തരി പോലെ കിട്ടും. ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ട് എണ്ണ, പച്ച കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം, നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. താങ്ക് യു.